ഈ നല്ല പ്രതിഫലം കിട്ടി തുടങ്ങിയോ അജു? പ്രതിഫലം നല്ലത് ചോദിച്ചു വാങ്ങാറുണ്ട്. അല്ല, ചോദിച്ചു വാങ്ങിക്കുമോ? അത് ഞാൻ നേരത്തെ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചായിരുന്നു. ചോദിച്ചു വാങ്ങിക്കുമോ അതോ ചോദിക്കാതെ വീട്ടിൽ കൊണ്ടു തരേണ്ട അവസ്ഥ ഉണ്ടാക്കുമോ? രണ്ടും സംഭവിക്കും. ചിലടത്ത് നല്ല നമുക്ക് കൊണ്ടുതരും, ചിലടത്ത് നമ്മൾ ആവശ്യപ്പെട്ട് വാങ്ങും. എന്തോ നമ്മുടെ പ്രധാന തന്ത്രം എന്താ? തന്ത്രമൊന്നുമില്ല, സ്ട്രാറ്റജി. നമ്മൾ ആദ്യമേ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ എപ്പോഴും എനിക്ക് ആ കാര്യത്തിൽ ഒരു തർക്കം താല്പര്യമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എന്റെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പൊ അതിൽ കാശ് എന്ന് പറയുന്ന ഒരു ഘടകം ആവശ്യമാണ്. പിന്നീട് ഒരു തർക്കം ഒന്നും വരരുത്. ആദ്യം തന്നെ അതൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും, എനിക്ക് എന്ത് വേണം, ഇത് രണ്ടിലും ഒരു എന്താ ഒരു ഡീൽ. ഫസ്റ്റില് നമ്മുടെ ശമ്പളമാണോ പറയുക അതോ നിങ്ങൾക്ക് അഫോർഡബിൾ ലിമിറ്റ് എത്രയാണെന്നോ? അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ വെക്കാറില്ല. പക്ഷെ തീർച്ചയായിട്ടും പറ്റിക്കപ്പെടാൻ നിൽക്കാറില്ല. ഇത് ഈ നമ്മൾ കൃത്യമായി കാശ് പറഞ്ഞ കാരണം ഈ ഒഴിഞ്ഞുപോയ ജോലികൾ ഒത്തിരി ഉണ്ടോ? സിനിമകളുണ്ടോ? ഉണ്ട്. പിന്നെ പണ്ട് ശ്രീനിയേട്ടൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. മലയാള സിനിമയിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു ഒരു അഭിമുഖകാരൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യാതെ പോയ 500 സിനിമകളാണ് എന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അത് ഫേമസ് കോട്ട അദ്ദേഹത്തിന്റെ, ക്ലാസിക് കോട്ട. കാരണം അതാണല്ലോ ഒരു മനുഷ്യന് ഒരു നടന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ ഇത് കാരണം ഇപ്പൊ 150 സിനിമ ചെയ്തു, 125 തള്ളല്ലേ. ഒരു ഇത്തിരി കിടക്കട്ടെ, നമ്മള് എന്തായാലും കുറച്ച് ദിവസം 10-25 സാറേ, അത്ര എളുപ്പമല്ല അല്ലേ? അപ്പൊ ഈ 125 സിനിമ അതിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. ഈ 125 സിനിമയെക്കാളും കൂടുതൽ വരുമോ ഈ കശപിശ ഉണ്ടായിട്ട് പോയ കേസ്? ഇല്ല, അത്രയും വരില്ല. പീനട്സ് 1, 2, 3. പിന്നെ ആ സിനിമ ഇറങ്ങി സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയപ്പോൾ അജു വിഷമിച്ച് വീട്ടിൽ കിടന്ന് കമന്ന് കരഞ്ഞോ? ഇല്ല. സങ്കടം വരുമോ? ഇല്ല. ആ പ്രൊഡ്യൂസറെ പിന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോ പിന്നെ നമുക്ക് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ചേട്ടനും ഞാനും തമ്മിലൊരു ഇതില് നമ്മൾ ബാലൻസ് വെച്ചാലാണ് ചേട്ടൻ അടുത്ത പടത്തിൽ എന്നെ വിളിക്കാൻ മടി. ഒരു ബാലൻസ് ഇല്ലേ, പ്രശ്നമില്ല. അതെ, നല്ല ഐഡിയ. എനിക്കിപ്പോ ഒരാൾക്ക് ഞാൻ കാശ് കൊടുത്തിട്ടില്ല, അപ്പൊ അടുത്ത പടം ചിന്തിക്കുമ്പോ അവന് ഞാൻ പഴയ കാശ് കൊടുക്കാണ്ട് ഒരു കാര്യം ചെയ്യും, വേറെ ആളെ വിളിക്കാന്ന് തോന്നിപ്പോയില്ലേ? എന്നാൽ അവിടെ എല്ലാം ക്ലിയർ ആണെങ്കിൽ അധികാരത്തോടെ തന്നെ അവനെ വിളിയടേ എന്ന് പറയാമല്ലോ. അല്ല അജു, എൻ്റെ ഒരു സംശയം എന്താ അറിയാമോ? ഇപ്പൊ ചില ആളുകൾക്ക് ഈ നമ്മൾ ഒരാൾ കടുപ്പിച്ച നമ്മുടെ പൈസയൊക്കെ ചോദിച്ചാലേ നമ്മുടെ മനസ്സിലെവിടെ ഒന്ന് കോറിക്കിടക്കുന്നത്. പക്ഷേ ഈ നമ്മൾ ഈ സിനിമയിൽ ഞാൻ പൊളിറ്റിക്സിൽ പോലും കണ്ടില്ല. ഈ പൈസയൊക്കെ കൃത്യമായി കണക്ക് പറഞ്ഞാലും അതൊന്നും ഒരു ടെൻഷനല്ല, പ്രൊഡ്യൂസർക്കും ടെൻഷനല്ല. ഇപ്പൊ അജു കൃത്യമായിട്ട് ഒരാൾ പറയാ എൻ്റെ 10 ലക്ഷം രൂപ എനിക്ക് ഡെയിലി കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ഒരു പൂജയൊക്കെ കൂടി പോകുന്നുണ്ട്. അതിരിക്കട്ടെ, അങ്ങനെ വേറെ ഒരു ഇൻഡസ്ട്രിയിലും നമ്മൾ ഒരാളോട് കടുപ്പിച്ച കാര്യം പറഞ്ഞാൽ ആള് ശരിയല്ല കേട്ടോ, കംപ്ലീറ്റ് കണക്ക് പറയുന്ന ടൈപ്പാണ്. സിനിമയിൽ ഞാൻ കണ്ടത് പ്രൊഡ്യൂസറായാലും ഡയറക്ടറായാലും ആർട്ട് കക്ഷിയായാലും പ്രൊഡക്ഷൻ ബോയ് ആയാലും ഒരു പ്രശ്നവുമില്ല, ആർട്ടിസ്റ്റ് ആയാലും പ്രശ്നം. അതെന്താണ് അതിന്റെ ഒരു? അത് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവമാണ്. ഇൻഡസ്ട്രിയുടെ സ്വഭാവം ആയിരിക്കാം. ചേട്ടൻ അങ്ങനെ വേറെ സ്ഥലത്ത് കണ്ടിട്ടില്ല ആണല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. കാര്യം തൊഴിൽ എടുക്കുന്നവർക്ക് കൃത്യമായ വേതനം, പണിക്കൂലി, അത് അയാൾ ഡിസർവിങ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു സംസ്കാരം തന്നെയാണ്.